S24 അൾട്രയുടെ പോർട്രേറ്റ് മോഡിൽ 2x അൾട്രാ HD 30 FPS ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതിന് നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ മാത്രം പറ്റില്ല, ലൈറ്റ് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ബഡ്ജറ്റ് സെറ്റപ്പ് ആണ് വേണ്ടതെങ്കിൽ ഈ വീഡിയോയുടെ ചാപ്റ്റർ 2 നോക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഓരോ സ്റ്റേജസ് ആയിട്ടാണ് ഈ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തത്. ഈ വീഡിയോയിലെ എല്ലാ പ്രോഡക്ട്സും യൂട്യൂബും യൂസർ റിവ്യൂസും നോക്കി ഞാൻ കഷ്ടപ്പെട്ട് EMI ഇട്ട് വാങ്ങിയതാണ്. ഒരു കമ്പനിയും ഒന്നും സ്പോൺസർ ചെയ്യുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ സ്റ്റോർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിനേക്കാൾ ബെറ്റർ അഫോർഡബിൾ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റിലിടുക, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ ആദ്യം ഞാൻ ചെയ്യുന്നത് റൂമിലെ ജനലൊക്കെ തുണിയിട്ട് മൂടും. ഡാർക്ക് കളർ ബെഡ്ഷീറ്റും ലുങ്കിയും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ കീ ലൈറ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ മെയിൻ സോഴ്സ് ലൈറ്റ് ഗോഡോക്സിന്റെ SL60W ആണ്. 50% ഇന്റൻസിറ്റിയിൽ കുറച്ച് ഹൈറ്റിൽ താഴേക്ക് ടിൽറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. 2 വർഷം മുന്നേ ആയിരുന്നു ഞാനിത് വാങ്ങിയത്. അതിനു മുന്നേ 500 രൂപയ്ക്ക് റെന്റ് എടുത്തായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡേ ലൈറ്റ് ടെമ്പറേച്ചർ മാത്രമേ ഇതിൽ കിട്ടുള്ളൂ, അതായത് ആ വൈറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ, വാം ഉണ്ടാവില്ല. ഗോഡോക്സിന്റെ തന്നെ ഒരു സോഫ്റ്റ് ബോക്സും യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന ഹണി കോംബ് ലൈറ്റ് ഒരുപാട് സ്പില്ലാവാതെ സബ്ജക്റ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കീ ലൈറ്റ് എൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഷാഡോസ് കുറച്ച് മതിയെങ്കിൽ ഫേസിൻ്റെ മുന്നിലേക്ക് മാറ്റി മാറ്റി വെക്കുക. എങ്കിലും ഷാഡോസ് ഉണ്ടെങ്കിലേ ആ ഒരു കോൺട്രാസ്റ്റ് വരുള്ളൂ. നിങ്ങളുടെ ചോയ്സാണ്. സോ കീ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. എൻ്റെ ഈ സൈഡിൽ മോണിറ്ററിൻ്റെ ലൈറ്റ് റിം ലൈറ്റ് ആയിട്ടും വരുന്നുണ്ട്. മോണിറ്ററിലൊരു ടീൽ ബ്ലൂ ഷെയ്ഡൊക്കെ ഉള്ള വാൾപേപ്പർ ഇട്ടിട്ട് ബ്രൈറ്റ്നസ് കൂട്ടി വെക്കുക. ഇപ്പോൾ ഫേസിൻ്റെ കളറും ആ ബ്ലൂവുമായിട്ട് ഒരു കോൺട്രാസ്റ്റ് വന്നിട്ടുണ്ട്. ബേസിക് ഒരു ടോക്കിംഗ് ഹെഡ് വീഡിയോയ്ക്ക് ഇത്രയും മതിയാവും. ഇനി ഹെയർ ലൈറ്റ് ആയിട്ട് ഹിഫിൻ PL50 ഒരു വാം ടോണിൽ 10% ഇൻറ്റൻസിറ്റിയിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മൈക്ക് സ്റ്റാൻഡ് വാങ്ങിയപ്പോൾ കൂടെ കിട്ടിയ ഈ പീസാണ് യൂസ് ചെയ്യുന്നത്. മാജിക് ആമിൽ ലൈറ്റ് കണക്ട് ചെയ്ത് സ്റ്റാൻഡിൽ അറ്റാച്ച് ചെയ്യും. ഹെയർ ലൈറ്റ് താല്പര്യമില്ലെങ്കിൽ ഈ ലൈറ്റ് റിം ലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ഇനി കുറച്ച് ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ ബാക്കിലെ വാളിൽ ന്യൂ ഇയറിൻ്റെ FL10 എന്ന് പറയുന്ന ലൈറ്റ് ആ ഒരു വിൻഡോ ഫിൽറ്റർ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഒരുപാട് ഫിൽറ്റർ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ കോസ്റ്റ്യൂം. ബ്ലാക്കും വൈറ്റും ഏറ്റവും ഈസി ഓപ്ഷൻസ് ആണ്. അത് ഉറപ്പായിട്ടും കോൺട്രാസ്റ്റ് കൊണ്ടുവരും. അതല്ല നിങ്ങളുടെ ഷർട്ടിന് കളർ ഉണ്ടെങ്കിൽ അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ്സ് യൂസ് ചെയ്യുക. ഇനി ഒരു ബഡ്ജറ്റ് ലൈറ്റിംഗ് സെറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ലൈറ്റ്സ് ഒന്നും കയ്യിലില്ലാത്തപ്പോൾ അത്യാവശ്യം ഞാൻ ടോക്കിംഗ് ഹെഡ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണിത്. ഇതിനാവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഒരു LED ബൾബ്, ബട്ടർ പേപ്പർ, ബ്ലാക്ക് ചാർട്ട്, മാസ്കിംഗ് ടേപ്പ്, ഏതേലും RGB സ്മാർട്ട് ബൾബ്, ബൾബിന്റെ ഹോൾഡറും വയറും. കീ ലൈറ്റ് നമ്മുടെ ഫേസ് ഇങ്ങനെ ലിറ്റാക്കി കാണിക്കുന്ന ആ മെയിൻ ലൈറ്റ്, അത് 30 വാട്ടിന്റെ ഒരു LED ബൾബാണ്. അത് ഡയറക്റ്റ് ഫേസിലേക്ക് അടിച്ചാൽ നല്ല ഹാർഷായിട്ടിരിക്കും. അതുകൊണ്ട് ബട്ടർ പേപ്പർ, മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ച് ഡിഫ്യൂസ് ചെയ്യുക. ഈ ലൈറ്റ് ഒരു സ്റ്റാൻഡിൽ കുറച്ച് ഹൈറ്റിൽ പ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് ഈ ലൈറ്റിന്റെ സ്പ്രെഡ് എൻ്റെ ബാക്കിൽ കുറയ്ക്കാനായിട്ട് ഒരു ബ്ലാക്ക് ചാർട്ടും അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ ബാക്കിൽ കുറച്ച് ഷാഡോസ് ആയിട്ടുണ്ട്. ഇനി ഈ ഫേസിന്റെ ഷാഡോ ഉള്ള ഏരിയയിൽ ആ ഒരു കോൺട്രാസ്റ്റും 3D എഫക്റ്റും കൊടുക്കാനായിട്ട് ഒരു റിം ലൈറ്റും സെറ്റ് ചെയ്യാം. ഈ മോണിറ്ററിന്റെ ലൈറ്റും റിം ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. കൂടെ ഒരു സ്മാർട്ട് ബൾബ് സയാൻ ടോണിൽ 50% ഇൻറ്റൻസിറ്റിയിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ പുറകിലായിട്ട് കീ ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഇതിൽ ചെറിയ കളറിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതൊരിക്കലും നമ്മുടെ വീഡിയോ ലൈറ്റ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് ഓൾട്ടർനേറ്റീവ് അല്ല. സ്റ്റിൽ നമ്മുടെ പർപ്പസ് ഇത് വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ പൈസ ചിലവാക്കണ്ടല്ലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ കൊണ്ടുവരുന്നമ്മ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.